ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. ഞാൻ ഓൾറെഡി ഞാൻ ഈ ടിക്കറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ യാത്രാ വാഹനവും ഒക്കെ ഞാൻ ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ്. ഡോൺ മോങ്ക എയർപോർട്ടിൽ തന്നെ എന്നെ കാത്ത് എന്തായാലും നമ്മുടെ ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. ഗൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂർ കമ്പനിയിൽ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഒരു നമ്പർ നമുക്ക് അയച്ചു തരും. അങ്ങനെ ഇവിടെ എയർപോർട്ടിലെത്തി ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാത്തു തന്നെ ടൂർ കമ്പനിയുടെ വാഹനം റെഡി ആയിരിക്കും. ഒരു ഗൈഡും കൂടിയാണ്, ഡ്രൈവറും കൂടിയാണ് ആൾ ഉണ്ടാവുക. ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് പട്ടായക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ ദൂരമുണ്ട്. ബാങ്കോക്ക് സിറ്റിയിൽ നിന്നും 5 മണിക്കൂറോളമുള്ള ഒരു യാത്രയാണ്. പക്ഷെ 5 മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് വളരെ നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ത്യയിലൊക്കെ എന്നാണാവോ അങ്ങനെ ഒരു റോഡ് വരിക എന്ന് തന്നെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. വേറെ എവിടെയെങ്കിലും തിരിയാനൊന്നുമില്ല. പക്ഷെ ബാങ്കോക്ക് സിറ്റിയിൽ താരതമ്യേന ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട് എങ്കിലും സിറ്റി ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനം വളരെ സുഖമായിട്ട് തന്നെ നമ്മൾ പട്ടായ സിറ്റിയിലേക്കുള്ള യാത്രയിലെത്തും. നല്ല റോഡാണ്. പാതയോരത്തൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര പോവാം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് സന്ദർശിച്ച ഒരു വിദേശ രാജ്യം അത് തായ്ലൻഡ് ആയിരുന്നു. ബാങ്കോക്ക് സിറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ബാങ്കോക്കിലാണ് വന്നത്, ഇന്ത്യക്ക് പുറത്തേക്ക് വന്നത്. അന്ന് ഇതിൻ്റെ ഒരു അമ്പരപ്പും ആഹ്ലാദവും എല്ലാം ശരിക്കും ആദ്യമായിട്ട് നമ്മളൊരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ അതുവരെ നമ്മൾ ജനിച്ച നാടും അതുപോലെ തന്നെ ഇന്ത്യയും മാത്രം കണ്ടുകൊണ്ട് ഏകദേശം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ ഗോൾഡൻ ബീച്ച് ഹോട്ടലിലാണ് നമ്മൾ അന്ന് താമസിക്കുന്നത്. സിറ്റിയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മൾ സിറ്റിയുടെ മെയിനായിട്ടുള്ള ഭാഗമാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പട്ടായയുടെ വാക്കിംഗ് സ്ട്രീറ്റാണ് ഏറ്റവും പ്രസിദ്ധം. അതിന് ഏകദേശം ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. പട്ടായ പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ പട്ടായയിൽ റൂം എടുക്കുന്ന സമയത്ത് വാക്കിംഗ് സ്ട്രീറ്റിന് നിയർ ബൈ ആയിട്ട് തന്നെ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക.
കാരണം വാക്കിംഗ് സ്ട്രീറ്റ് ആ പരിസരത്ത് വെച്ചിട്ടാണ്, അവിടെയാണ് ബീച്ചും ഉള്ളത്. വാക്കിംഗ് സ്ട്രീറ്റ് പരിസരത്താണ് ഇതിൻ്റെ ഉന്മാദ ലോകം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തിനടുത്ത് തന്നെ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ സ്ഥലത്തേക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാനും പറ്റും. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. മാത്രമല്ല നമ്മളിപ്പോൾ മറ്റെന്തെങ്കിലും വാഹനങ്ങളൊക്കെ ആശ്രയിക്കുകയാണെങ്കിൽ അതിനുള്ള റെൻറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ 2 വീലർ ടാക്സി ഒക്കെ ഉണ്ട്. 2 വീലർ ടാക്സി മിനിമം വരുന്നത് 50 ബാത്ത് മുതൽ മുകളിലോട്ടാണ്. 50 ബാത്ത് എന്ന് പറഞ്ഞാൽ 50 ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏകദേശം 110 രൂപയോളം റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 2 വീലർ ടാക്സി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ തായ്ലൻഡ് സന്ദർശിക്കുന്ന ആളുകൾ മെയിനായിട്ട് ഡോളേഴ്സായിട്ട് കരുതിയിട്ട് അവിടുന്ന് ബാത്താക്കി കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതാണ് പട്ടായയുടെ മെയിനായിട്ടുള്ളൊരു ബീച്ച് എന്ന് പറയുന്നത്. ഈ ബീച്ചിൽ നിന്നാണ് നമ്മൾ കോറൽ ഐലൻഡ് അതുപോലുള്ള മറ്റ് ഐലൻഡുകളിലേക്കൊക്കെ യാത്രകൾ പോകുന്നൊരു സ്ഥലം ഇതാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ യാത്ര പോവുക. ഇതിൻ്റെ ഒരു എൻഡിലാണ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് തന്നെ എനിക്ക് വളരെ പരിചിതമായ സ്ഥലമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഒരു ഹൈ സ്പീഡ് ബോട്ടിലാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഉള്ളൊരു യാത്ര എന്ന് തന്നെ പറയാം കോറൽ ഐലൻഡിലേക്ക്. വളരെ രസകരമായൊരു യാത്രയാണത്. കടലിൽ കൂടെ ഉള്ള ഒരു രസകരമായ യാത്ര. അതിൽ തന്നെ ഒരുപാട് നമുക്ക് ടൂറിസ്റ്റ് അട്രാക്ഷൻ വരുന്ന ഒരുപാട് പരിപാടികളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് സീ വാക്കിംഗ് നടത്താം. അതുപോലെ തന്നെ നമുക്ക് പാരച്യൂട്ടിൽ റൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് പാക്കേജുകളും ഇതിൻ്റെ കൂടെയുണ്ട്. ഈ പാക്കേജിനെല്ലാം കൂടി നമുക്കൊരു പ്രൈസ് ആക്കിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പാരച്യൂട്ടിൽ ഒരു തവണ നമ്മൾ കറങ്ങണമെങ്കിൽ ഏകദേശം 1500 ഇന്ത്യൻ റുപ്പീസാണ് നമുക്ക് ഒരു പാരച്യൂട്ടിൽ ഒരു റൗണ്ട് അടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈടാക്കുന്നത്. അതുപോലെ തന്നെ സീവാക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലൂടെ നമുക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മാസ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നടക്കാം. നമ്മളെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ആളുകളും അതിൻ്റെ ഒഫീഷ്യൽസും ഒക്കെ ഉണ്ടാവും. നമുക്ക് കടലിനടിയിലൂടെ മീനുകൾക്കൊക്കെ ഫീഡൊക്കെ ചെയ്തുകൊണ്ട് നടക്കാം. അതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. മാക്സിമം നമ്മളത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകണം. എന്തായാലും നമ്മൾ കരയിൽ നിന്ന് വിട്ട് കഴിഞ്ഞു. പട്ടായ സിറ്റിയാണ് ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാം കുറേ പാരച്യൂട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണത്. ആദ്യമായിട്ട് തായ്ലൻഡ് വരുന്ന ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുറേ പ്രാവശ്യം കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര വലിയ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മറ്റൊരു രാജ്യത്തിൽ നമ്മൾ ഇത്രയും ഫെസിലിറ്റീസൊക്കെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ വളരെ രസകരമായിരുന്നു. അതുമാത്രമല്ല ഇവിടുത്തെ ആളുകളായാലും ടൂർ ഗൈഡ്സ് ആയാലും ഒക്കെ വളരെ സൗഹാർദ്ദപരമാണ്. ഇങ്ങനെ നമ്മൾ കടലിൽ കൂടെ പോകുന്ന സമയത്ത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ ഏരിയ കെട്ടിത്തിരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കടലിന് നടുവിൽ തന്നെ. ഈ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഓരോരോ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അതായത് ഇപ്പം ഗ്ലൈഡിങ്ങിൻ്റെ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ താല്പര്യമുള്ളവർക്ക് ഇവിടെ നേരിട്ട് ഫീസ് അടച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ടൂർ പാക്കേജ് ഓൾറെഡി ബണ്ടിലായിട്ട് ബുക്ക് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മളിവിടെ 1000 കൊടുക്കുകയാണ്, 1000 ബാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആകാശത്ത് പറന്നുയരാം. 2 തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിപ്പ് ആൻഡ് ഫ്ലൈ ഉണ്ട്, വെറും ഫ്ലൈയും ഉണ്ട്. ഡിപ്പ് ആൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിന് പുറകിൽ കെട്ടിയിരിക്കുന്ന ഈ ഒരു പാരച്യൂട്ടിനകത്ത് നമ്മൾ കയറുന്നു. ഡിപ്പ് എന്ന് പറഞ്ഞാൽ നേരെ അവർ വെള്ളത്തിലൊന്ന് നമ്മളെ മുക്കി നന്നായി കുടഞ്ഞെടുക്കുന്നു, വീണ്ടും പറന്നു, വീണ്ടും വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു, വീണ്ടും പറന്നു. ഇതാണ് ഡിപ്പ് ആൻഡ് ഫ്ലൈ. ഈ ഡിപ്പ് ചെയ്യുന്നതാണ് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയത് കൊണ്ട് തന്നെ പ്രാവശ്യം ഞാൻ ഇതിനായിട്ട് മെനക്കെട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനതിൽ പോയതായിരുന്നു. അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അനുഭവങ്ങൾ അതിൻ്റെ അനുഭവം ഞാൻ ഫീൽ ചെയ്തതാണ്. അതുകൊണ്ട് വളരെ രസകരമാണ്. ഫസ്റ്റ് ടൈം പോകുന്നവർ നിർബന്ധമായും അതിൽ കയറണമെന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഡിപ്പ് ആൻഡ് ഫ്ലൈ തന്നെ ഓപ്ഷൻ എടുക്കുക. ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര രസമാണ് നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ. ഇത് പാരച്യൂട്ടിലും ഇതിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ അനുഭവമാണ്. ഞാൻ മുമ്പ് കുളു മണാലിയിൽ വെച്ച് ഇതുപോലെ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് പോയിരുന്നു. ഭയങ്കര പേടിയാണ് ആദ്യം തോന്നുക, പക്ഷേ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. വളരെ രസകരമാണ്. ഏത് കാര്യവും ലൈഫിൽ അങ്ങനെയാണല്ലോ, നമ്മൾ എടുത്ത് ചാടാനുള്ളൊരു പ്രയാസമുണ്ട്. ചാടിക്കഴിഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്ത് പോകും. അത് മനുഷ്യൻ്റെ സഹജമായൊരു കാര്യമാണ്, പ്രത്യേകിച്ചും മലയാളികൾ. വളരെ രസകരമായിട്ടുള്ള ഈ ഒരു വ്യൂവിലേക്കൊക്കെ ഞാൻ നിങ്ങളെ ക്യാമറയുമായിട്ട് കൊണ്ടുപോവുകയാണ്.
എന്തായാലും ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു അവസരം നമ്മൾ മാക്സിമം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. കാരണം പട്ടായയിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതെല്ലാം. ഇത് നമ്മളത് മാക്സിമം ആയിട്ട് യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് പട്ടായ സിറ്റിയുടെ ആ പ്രസിദ്ധമായ ഒരു ലോഗോ. ഇത് രാത്രി ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ രസകരമായിട്ട് പട്ടായ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്ന ഒരു ലോഗോയാണത്. അവിടുന്ന് വീണ്ടും നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു ആക്ടിവിറ്റീസ് കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സീ വാക്ക് എന്നുള്ള ആക്ടിവിറ്റി. ഈ സീ വാക്ക് എന്നുള്ള ആക്ടിവിറ്റിക്കായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക ഷിപ്പിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിനകത്തേക്ക് നമ്മളെ കയറ്റും. ആ ബോട്ടിൽ വെച്ചിട്ടാണ് ഇതിനുള്ള ആക്ടിവിറ്റീസ് ഉള്ളത്. വളരെ നല്ല കടലിനടിയിലെ നല്ല ദൃശ്യങ്ങളുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്രയും ആക്ടിവിറ്റീസ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ആ ബോട്ടിൽ നമ്മളതിന് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓക്സിജൻ മാസ്കും ഇത് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ നേരെ സീവാക്കിനായി താഴേക്ക് ഇറക്കി വിടുകയുമാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരം നമ്മൾ കടലിലേക്ക് വന്നു കഴിഞ്ഞു. ഒരുപാട് കര പോലെ നമുക്ക് സൈഡിലൊക്കെ കാണുന്നതൊക്കെ ചെറു ദ്വീപുകളാണ്. നമ്മൾ ഫുക്കറ്റിൽ കണ്ട പോലെയുള്ള പാറക്കെട്ടുകളല്ല, ഇതൊക്കെ ദ്വീപുകളാണ്. ഇവിടെ മനുഷ്യവാസമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല കമ്പനികളുടെയും ഒരു റിസോർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യലാണ് ഇത്രയും ദ്വീപുകളിലെ മെയിനായിട്ടുള്ള വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. കാരണം ഇവിടേക്ക് ഒരു സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ പട്ടായ സിറ്റിയിൽ നിന്ന് അത് മണിക്കൂറുകളോളം ഓടിയിട്ട് വേണം, ബോട്ടിൽ ഓടിയിട്ട് വേണം സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെയൊക്കെ. സമുദ്രത്തിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു ഗാംഭീര്യം ഒക്കെ നമുക്കിവിടെ അനുഭവിച്ചറിയാം. നമ്മുടെ ബോട്ട് നല്ല അടിപൊളി സ്പീഡിലാണ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തെറിച്ചു പോകും. അത്രയ്ക്കും പിടിച്ചിരിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. നോർമലി നമ്മൾ ഇങ്ങനെ ഒരു സ്പീഡ് ബോട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ പലതവണ കണ്ടതാണ്, പല രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിൽ പോയി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് കാഴ്ചകൾ പെട്ടെന്ന് കാണാനും ആദ്യം കാണാനും നമ്മുടെ ഒരു സ്വഭാവമാണുള്ളത്. മുന്നിൽ പോയിരിക്കുക അല്ലെങ്കിൽ വിൻഡോ സീറ്റ് എടുക്കുക എന്നുള്ളത് പോലെ ബോട്ടിൻ്റെ മുന്നിൽ പോയിരിക്കും. ഒരിക്കലും സ്പീഡ് ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ പോയി ഇരിക്കരുത്. നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല, തട്ടിത്തെറിച്ച് പോകും. വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിലെ സീറ്റ് മാത്രമാണ് നമ്മുടെ സ്പീഡ് ബോട്ടിൽ പിടിക്കേണ്ടത്. അവിടെ കുലുക്കം കുറവായിരിക്കും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കട്ടെ. വളരെ നല്ല സ്പീഡിലാണ് പോകുന്നത്. കാരണം തിരയുടെ അടിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ബോട്ട് തുള്ളിച്ചാടി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഡ്രൈവർക്ക് ഇത് വളരെ ശീലമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അയാൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു നിർദ്ദിഷ്ട ലൊക്കേഷനിലെത്തി. അവിടുന്ന് മറ്റൊരു ബോട്ടിലേക്ക് നമ്മൾ കയറി. ഈ ബോട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീ ഡൈവിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോവാം. ഈ കാണുന്ന ഒരു ഹെൽമെറ്റ് കണ്ടില്ലേ, ആ ഹെൽമെറ്റ് ഓക്സിജൻ മാസ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഹെൽമെറ്റിനകത്തേക്ക് ഓക്സിജൻ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോട്ടോ ആണ്. കഴിഞ്ഞ തവണ ഞാൻ കടലിനടിയിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഇതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം അതിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇതിന് ഫീഡിങ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി. കാരണം ഇതിന് ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള ഒരു പ്രൊഫഷണൽ ടീം നമ്മുടെ കൂടെ വരും, ഇതിനകത്തേക്ക് വരും. ഇവർക്ക് ഒരു ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയും CD ആക്കി നമുക്ക് തരും. അങ്ങനെയാണ് ഉണ്ടായത്.
അപ്പോൾ അല്ലാണ്ട് നമ്മുടെ സാധാരണ ക്യാമറ അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഗോപ്രോ ക്യാമറകളൊക്കെ നമുക്ക് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, 35 മീറ്റർ വരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ മുൻപത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. കാരണം എല്ലാവർക്കും ഗോപ്രോ അതുപോലുള്ള വാട്ടർ റെസിസ്റ്റൻറ്റ് ക്യാമറയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാലും ഗോപ്രോ പോലുള്ള വില കൂടിയൊരു ക്യാമറ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാനുള്ള റിസ്ക് ആലോചിച്ച് കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ ആ പ്രഷറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിവേ വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ യാത്ര നടത്തി നമ്മൾ കോറൽ ഐലൻഡിൻ്റെ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ രസകരമായിട്ട് ആ ബ്ലൂ ക്യാനുകൾ പോലുള്ള ഫൈബർ പാലം വെച്ചിട്ടുണ്ട്. ആ പാലത്തിലൂടെയാണ് നടന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ബീച്ചിലേക്ക് പോകുന്നത്. കാരണം അത്രയ്ക്ക് കരയിലേക്ക് ബോട്ട് അടുക്കുന്നില്ല. നമ്മൾ ഫുക്കറ്റിൽ കരയിൽ വരെ വലിയ ബോട്ട് വരെ അടുത്തിരുന്നു, എന്നാൽ ഇവിടേക്ക് കരയിലേക്ക് അങ്ങനെ അടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെ നടന്നാണ് നമ്മൾ ഈ ഒരു അത്ഭുത തീരത്തേക്ക് എത്തിപ്പെടുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു തീരമാണിത് കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ സന്ദർശിച്ചിരുന്നു. ഇവിടെ തന്നെ നമുക്ക് വാട്ടർ ബൈക്കിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഏത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കാരണം ഇതുപോലുള്ളൊരു ഹട്ട് നമുക്ക് എടുത്തു തരും. ഈ ഹട്ടിൽ നമുക്കൊരു സീറ്റ് ഉണ്ടാകും, നമുക്കായിട്ട് റിസർവ് ചെയ്തൊരു സീറ്റ് ഉണ്ടാകും. ആ സീറ്റിനകത്ത് നമുക്ക് റിലാക്സ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് പോകാം, ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ ഇറങ്ങാം, വെള്ളത്തിലൊക്കെ ഒന്ന് നീന്തി തുടിച്ച് വീണ്ടും ഈ സീറ്റിൽ വന്നിരിക്കാം. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇളനീരോ ബിയറോ അല്ലെങ്കിൽ ലിക്കേഴ്സോ എന്ത് വേണമെങ്കിലും കൊണ്ടുതരാൻ ആളുകൾ റെഡിയാണ്. ഇതൊക്കെ അതിൻ്റെ സൈഡിലുള്ള മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ നിന്ന് കുറേ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. നല്ല വിലയാണ്, അത്യാവശ്യം നല്ല വിലയാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ കഴിയുന്നതും പർച്ചേസിംഗ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടുത്തെ സമുദ്രജലവും ഏകദേശം നല്ല ക്ലിയർ വാട്ടർ തന്നെയാണ്. അങ്ങനെ കുറേ നേരത്തെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം, അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് കരയിലേക്ക് തന്നെ പോവുകയാണ്. കരയിൽ വെച്ചാണ് ഇനി ഭക്ഷണമൊക്കെ ഉള്ളത്. ഉച്ചഭക്ഷണം കരയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നല്ല രസകരമായൊരു ട്രിപ്പായിരുന്നു. അത് മാക്സിമം എൻജോയ് ചെയ്തു. എല്ലാവരും ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. നല്ല രസകരമാണ്. ഈ സമുദ്രയാത്രയ്ക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡായി പോകും. അതായത് അങ്ങോട്ട് പോകുന്ന ഒരു ആവേശം നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാവില്ല. നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡായി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചെത്തി ഹോട്ടലിലൊന്ന് വിശ്രമിച്ചതിന് ശേഷം വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. പട്ടായയുടെ സമയമെന്ന് പറയുന്നത് രാത്രി ഏകദേശം 9 മണി മുതൽ രാവിലെ ഒരു 5-6 മണി വരെയാണ്. കാരണം ഉറക്കമില്ലാത്ത നഗരമാണിത്. അതുകൊണ്ട് തന്നെ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ബാറുകളായാലും പബ്ബുകളായാലും അതുപോലെ തന്നെ ഡാൻസ് ബാറുകളും എല്ലാം രാത്രിയാണ് തുറന്ന് പ്രവർത്തിക്കുക. ഒന്ന് പോകേണ്ട സ്ഥലം തന്നെയാണ് എന്ന് ഞാൻ പറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പട്ടായയുടെ രാത്രിയിലുള്ള ആ ഒരു സഞ്ചാരം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ രാവിലെ പോയ കോറൽ ഐലൻഡിലേക്ക് പോയ അതേ ബീച്ച് തന്നെയാണ്. ഈ ബീച്ചിലൂടെ എൻഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പട്ടായയുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് എത്തും. ഇതാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന പട്ടായ എന്നുള്ള എംബ്ലം. റോഡിൻ്റെ സൈഡിലൊക്കെ നിശാസുന്ദരികളൊക്കെ ക്യൂ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നിശാസുന്ദരികൾ നിൽക്കുന്നൊരു സ്ഥലം. വൈകിട്ട് ഏകദേശം ഒരു 6 മണി മുതൽ തന്നെ അവർ രാവിലെ 6 മണി വരെ നിശാസുന്ദരികളെ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളും കാണാൻ പറ്റും. അതൊക്കെ കസ്റ്റമേഴ്സിനെ കാത്തുള്ള ഒരു നിൽപ്പിലാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് തായ്ലൻഡിൽ എന്നുള്ളത് പറയാതെ വയ്യ. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്കുള്ള നടത്തത്തിലാണിത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറ ബാൻഡാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് പോയ സാഹചര്യത്തിൽ, ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സാഹചര്യത്തിലൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പോയ സമയത്ത് ക്യാമറ ബാൻഡാണ് ഇവിടെ. ഏകദേശം 3 ലക്ഷത്തോളം രൂപ ഫൈനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ തെരുവിലൊന്നും പ്രശ്നമില്ല. വാക്കിംഗ് സ്ട്രീറ്റിലെ കാര്യമാണ് ഞാൻ എസ്പെഷ്യലി പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ പിടിച്ച് നമ്മൾ നടക്കുന്നത് കണ്ടാൽ തന്നെ എല്ലാവരും തെറി പറയും ആദ്യം തന്നെ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായിക്കൊള്ളണം ക്യാമറ ഓഫ് ചെയ്യണം എന്നുള്ളത്. കാരണം ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇനി പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക, ക്യാമറയായിട്ട് പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് പട്ടായയിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് റങ്ങാ നഗരം എന്ന് പറയുന്ന പട്ടായയുടെ മെയിനായിട്ടുള്ള ഭാഗം.
വാക്കിംഗ് സ്ട്രീറ്റിനകത്ത് ക്യാമറ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യട്ടെ. കാരണം കഴിഞ്ഞ തവണ ഞാൻ പോയ സമയത്ത് അവിടെ എല്ലാ ഭാഗത്തും എഴുതി വെച്ചിട്ടുമുണ്ട്, പോലീസിൻ്റെ നിർദ്ദേശമെല്ലാം ഉണ്ട് ക്യാമറ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണമെന്നുള്ളത്. വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നമുക്ക് കയറാം. അവിടെ ഇപ്പോൾ തന്നെ ഓരോരുത്തർ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം, ക്യാമറ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും അന്ന് റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് ക്യാമറ ഉപയോഗിച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചു. വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം എന്ന് തന്നെ പറയാം. ഉന്മാദത്തിൻ്റെ ഒരു രാവ് നമുക്കിവിടെ ആഘോഷം തീർക്കാൻ നമ്മൾ സമയം പോകുന്നത് പോലും അറിയില്ല എന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം. എല്ലാ സമയത്തും ഇതുപോലെയുള്ള തിരക്കാണ്. രാവിലെ ഏകദേശം 5 മണി 6 മണി വരെ ഇതേ തിരക്ക് തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റിൽ എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇവിടെ ആളുകൾ പകൽ ഉറങ്ങുകയും രാത്രി ഉണരുകയും ചെയ്യുന്നൊരു പതിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാത്രി എല്ലാവരും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ 7-Eleven ഇവിടെ കണ്ടില്ല, ഒരു ബോർഡ് കണ്ടില്ല, 7-Eleven. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും തുറന്നിരിക്കുന്നതാണ്, ഓൾമോസ്റ്റ് സമയത്ത് തുറന്നിരിക്കുന്നതാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ ചീപ്പാണ്. ലിക്കേഴ്സ് ആയാലും അതുപോലെ മറ്റെന്ത് ഐറ്റംസാണ് വളരെ ചീപ്പായിട്ട് തന്നെ വാങ്ങിക്കുക. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ഇതുപോലുള്ള പല 7-Eleven പോലുള്ള പല ഷോറൂമുകളും ഉണ്ട്. അങ്ങനെയുള്ള നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എക്കണോമി ആയിട്ട് നമ്മുടെ യാത്രയെ മാറ്റാൻ പറ്റും. 2 സൈഡിലും ബാറുകളും റെസ്റ്റോറൻറ്റുകളും തന്നെയാണ് ഇവിടെ. ഒരുപാട് ഫിഷ് ഐറ്റംസ്, നീരാളി ഉൾപ്പെടെയുള്ള ഫിഷുകളെ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പാറ്റ വറുത്തത്, അതുപോലെ തന്നെ ചിലന്തി വറുത്തത്, പല്ലി വറുത്തത്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റോഡ് സൈഡിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടും. പാറ്റയ്ക്കാണ് ഇവിടെ ഡിമാൻഡ്. നമ്മൾ കടല കുറിക്കുന്നത് പോലെ തന്നെ പാറ്റ ഫ്രൈ കുറിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു ടൗണാണ് ഇത് എന്ന് പറയാം. ഓരോരോ രാജ്യത്തിൻ്റെയൊക്കെ ക്ലബ്ബുകളും ഗോഗുകളും എല്ലാം ഇവിടെയുണ്ട്. നൃത്തങ്ങളൊക്കെ നടത്തുന്ന ഗോഗുകളും അതുപോലെ തന്നെ റഷ്യൻസിൻ്റെ നൃത്തം നടക്കുന്ന ഗോഗുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ വളരെ രസകരമാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരു കോലിൽ കുത്തിയ ചിക്കൻ ഉണ്ട് ഇവിടെ. നിർബന്ധമായി അവിടെ പോയാൽ എല്ലാവരും കഴിക്കണം. റോഡ് സൈഡിലെ ഭക്ഷണമാണ് റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിനേക്കാളും ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു അതിശയോക്തിയും വേണ്ട, കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. റോഡ് സൈഡിലെ ഒരു ചിക്കൻ, ഒരു ഈർക്കളിയിൽ കുത്തിത്തരുന്ന ചിക്കൻ ഏകദേശം 20 ബാത്താണ് റേറ്റ് വരുന്നത്. അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നിനും കിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവർ ഉപയോഗിക്കുന്ന എണ്ണയും സ്പൈസി മസാലയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാറില്ല. നോർമലി ഇവിടുന്ന് തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് കഴിക്കാറ്. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റി ഫുഡും ഹൈജനിക്കും ആണെന്നുള്ളത് വളരെ പ്രത്യേകം. നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകടകളെ അപേക്ഷിച്ച് വളരെ ഹൈജനിക്കാണ് ഇവിടുത്തെ തട്ടുകടകൾ. കാരണം ഒരു തവണ ഉപയോഗിച്ച എണ്ണ 2ാമത്തെ തവണ ഉപയോഗിക്കുന്നതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മാറിയൊന്ന് ഞാനിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം ഒരു തവണ ഫിഷ് അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മറ്റ് തവളയോ എന്തായാലും ഫ്രൈ ചെയ്തിരിക്കുന്ന ആ എണ്ണ ഉടനെ തന്നെ അതവർ മറ്റൊരു ക്യാനിലേക്ക് ഒഴിച്ച്, വേസ്റ്റ് ക്യാനിലേക്ക് ഒഴിച്ച് കളയുകയാണ് കാണാറ്. വീണ്ടും അടുത്ത ക്യാൻ എണ്ണ എടുത്തുകൊണ്ടാണ് ഒരു ഫ്രൈ ചെയ്യാറ്. ഇങ്ങനത്തെ കുറേ കൗതുകങ്ങൾ ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള കുറേ അത്ഭുത രീതികളിലുള്ള ആളുകളും എല്ലാം ഇവിടെയുണ്ട്. അത് രസകരമായിട്ട് കസ്റ്റമറെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. എല്ലാവരെയും, എല്ലാ രാജ്യത്തുള്ള ആളുകളെയും സ്വീകരിക്കുന്നു, അവരെ മാക്സിമം എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ലിവിങ് അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല എന്നുള്ളത് തന്നെ കൂടുതൽ പറയട്ടെ. നമുക്ക് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു രാജ്യം അത് തായ്ലൻഡാണ്. ഏത് രാജ്യത്ത് പോലും, ഈവൻ സിംഗപ്പൂർ ആയാലും മലേഷ്യ ആയാലും വളരെ കോസ്റ്റ്ലിയാണ്. ഏറ്റവും കോസ്റ്റ്ലിയാണ് സിംഗപ്പൂർ. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് വളരെ കോസ്റ്റ്ലിയാണ്, US വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും കുറഞ്ഞ ചിലവിൽ എത്തിപ്പെടാൻ പറ്റുന്നതുമായ രാജ്യമാണ് തായ്ലൻഡ്, പട്ടായ എന്ന് പറയുന്നത്. നിർബന്ധമായി നമുക്ക് കാണാൻ പറ്റിയ പ്രകൃതിരമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഉന്മാദ രാവുകളും ഉന്മാദ നൃത്തങ്ങളും കാര്യങ്ങളും എല്ലാം ലഭ്യമാവുന്ന ഒരു നല്ലൊരു സിറ്റി എന്ന് തന്നെ പറയാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ എല്ലാ ടൂറിസ്റ്റുകളെയും 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു രാജ്യം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുവരെ ഐ എം സൈനിങ് ഓഫ്. അടുത്ത വീഡിയോകളുമായി ഉടൻ തന്നെ വരാം. നായർ സൈനിങ് ഓഫ്. താങ്ക് യു.